ഒരു ഫോട്ടോ എടുത്ത് തന്നിട്ടു. ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. കിട്ടിയ ഒരെണ്ണം കൂടി എടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കണം. ഹായ് ഫ്രണ്ട്സ്, പ്രതീക്ഷയാണ് മിമിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വെച്ചാൽ വെറുതെ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. സ്നേക്ക് ആൻഡ് ഫിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ സ്പോട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രാവോയുടെ ഫ്രോഗുകളാണ് കേട്ടോ. പലവിധ ഫ്രോഗുകൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പാണ്ടയാണ് ഇട്ടിരിക്കുന്നത്. പലവിധ ഫ്രോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്പോട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് 2 ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ 2 ദിവസം വന്ന് മീൻ പിടിച്ച വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രോഗ് വേണ്ടവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വല്ലതും കിട്ടുമില്ലെന്ന് നോക്കാം കേട്ടോ. നമ്മളപ്പോൾ എറിഞ്ഞിരിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ബ്രാവോയുടെ മാർക്ക് എന്ന് പറഞ്ഞ ഫ്രോഗാണ്. അപ്പോൾ നമ്മൾ വരാലും ചെറുമീനൊക്കെ ഒരുപോലെ അടിക്കുന്നത്. അപ്പോൾ അടിച്ചിരിക്കുന്ന കിടിലായിട്ടാണ്. ഏകദേശം നമുക്ക് മീൻ അടിച്ചിരിക്കുന്നത് ഈ സ്പോട്ടിൽ നിന്നാണ്. അൺഎക്സ്പെക്റ്റഡ് ക്യാമറ വെക്കണതിന് മുന്നേ സ്ട്രൈക്ക് കിട്ടിയത്. നമ്മുടെ 2 മച്ചാന്മാർ അക്കരെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എറിഞ്ഞപ്പോൾ തന്നെ ഈ സൈഡിൽ നിന്ന് മീൻ എടുക്കുമായിരുന്നു. ഫസ്റ്റ് എറിക്കാൻ തന്നെ മീൻ അടിച്ചു കേട്ടോ. അടിച്ചിരിക്കണ മുതലേ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കിട്ടിയില്ല സാധനമാണ് കിടക്കണുണ്ട്. അത് നമ്മുടെ ബ്രാവോയുടെ മാർക്കിലാണ് കേട്ടോ. ഇത് ഫ്രോഗ് ആൾ കടിച്ച് പിടിച്ചേക്കണേ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് കോമ്പാക്ട് സൈസ് ഫ്രോഗാണ് കേട്ടോ. നമ്മുടെ വരാലിനും ചെറുമീനും എല്ലാത്തിനും ഒരുപോലെ. ഇത് കണ്ടോ, ഞാൻ കാല് വെച്ച് കാണിച്ചു തരാം. സൈസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ കാല് വെച്ച് നോക്കി. ഹെവി ഐറ്റമാണ് കേട്ടോ. എടുത്ത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വരതേ ഒറ്റക്കെ ഉള്ളൂ കേട്ടോ. ഇത് നമ്മളെ കാല് വെച്ച് നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. എന്തേ എൻ്റെ വായൊക്കെ നോക്കി മാർക്കിരിക്കുന്നുണ്ടോ. നല്ല പക്ക സോഫ്റ്റ് ഫ്രോഗാണ്. കിടിലൻ കോമ്പാക്ട് സൈസ്. ഏത് മീനും ആയിക്കകത്തായി കളയും കേട്ടോ. അപ്പോൾ ഫ്രോഗ് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം, വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിലാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ കിടിലൻ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രോഗ് വേണ്ടവർ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്താൽ കേട്ടോ. കിടിലൻ ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് കാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ മോട്ടോ തന്നെയാണ്. യെസ് മച്ചാന്മാരെ, നമ്മുടെ മോട്ടോയിൽ മീൻ കയറിയിട്ടുണ്ട്. അടിപൊളി മീനാണ്, സൂപ്പർ മീൻ. ബ്രാവോ പവർ. ഓ പൊള്ളി. അതവനെ ഹെവി മീനാട്ടോ. പൊളിച്ച് ചമരതെ നല്ല കിണ്ണങ്കീച്ച് സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ മീനാ. 1ാമത്തെ മീൻ നമ്മൾ കിട്ടാത്തുണ്ട് കേട്ടോ. ബ്രാവോയുടെ മോട്ടോ കേട്ടോ. ഇതാണ് ബ്രാവോ. കുറ്റം പറയുന്നവരൊന്ന് കാണുക. ഇത്രയും ചപ്പനാന്ന് അടിച്ച് കയറ്റിട്ടുണ്ട്. അണ്ണാക്കിലായിട്ടിരിക്കുന്നതാണ്. ഹെവി ആയിട്ടാണ്. ചെറുതാണ് കുഞ്ഞാണെന്ന് ആരും പറയല്. അത് 5 കിലോ ഉണ്ടെന്നും നമ്മൾ പറയുന്നില്ല. എന്നാലും ഒരു 1.5 കിലോ മേളിലോട്ട് സാധനം. നല്ല ഹെവി ആയിട്ടും കേട്ടോ. നമ്മൾ ഫ്രോ ഇരിക്കുന്നുണ്ടല്ലോ അണ്ണാക്കി. എന്നാൽ ഹുക്കൊന്ന് ഊരി നോക്കാം. ചവരെ നല്ല പൊളപ്പ സാധനം കേട്ടോ. നമ്മുടെ 2ാമത്തെ ഐറ്റം. അപ്പോൾ ചമ്മ നമുക്ക് അടുത്തൊരു മീൻ കൂടി അടിച്ച് സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ബ്രാവോയുടെ പാണ്ടയിലാണ് കേട്ടോ മീൻ കയറി. കിടക്കണം ഒരു 1 kg കറക്റ്റ് ഉണ്ടാകും കേട്ടോ. സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല, ക്യാമറ ഓഫായിരുന്നു.
യെസ് മരം ബ്രാവോയിലൊരു മീൻ അടിച്ചിട്ടുണ്ട്. ചെറുതാ. ഓ ചമര നല്ല സൈസ് വരാല കേട്ടോ. രാവിലെ അടിച്ച് ബ്രാവോടെ പാണ്ടയിലാണ് കേട്ടോ. കിടുക്കം വരാൽ. ഞാൻ ചെറുമീൻ ചെറുതാണെന്നും പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞാൽ ഈ പാണ്ടയിലടിക്കുന്ന എല്ലാ മീനും നല്ല സൈസ് മീനായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു എലിക്കുഞ്ഞു വെള്ളത്തിൽ കൂടി ഓടിപ്പോണൊരു ഫീലാണ് കേട്ടോ കൊടുക്കണം. ഒരു താറാവ് പേടിച്ചെഴുന്നേറ്റ് ഓടിപ്പോണ സെറ്റപ്പില്ല. പിന്നെ എഴുന്നേറ്റ് നിന്ന് വഞ്ചുന്ന പോലെയാണ് ഈ ഫ്രോഗിൻ്റെ വര. അതായിരിക്കും. പിന്നെ ഡബിൾ സ്പിന്നർ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നല്ല ആക്ഷനും വരുത്തുന്നുണ്ട് കേട്ടോ.